ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്കിന്ന് ചെറുപ്പമായിരിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ചെറിയ പ്രായത്തിൽ നമ്മൾ എപ്പോഴാണ് വലുതാകുന്നതെന്നായിരിക്കും കൂടുതലായിട്ട് ആലോചിക്കുന്നത്. എന്നാൽ വലുതായി കഴിഞ്ഞാൽ ഒന്ന് ചെറുതായാൽ മതിയായിരുന്നോ അല്ലെങ്കിൽ ചെറുപ്പമായാൽ മതിയായിരുന്നോ എന്നാണ് പലരും തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്കിന്നിൽ ചുളികളും വരകളും ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ലൊരു ബേബി സ്കിന്നായിരുന്നെങ്കിൽ ചുളികളും വരകളും ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നായി കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഫേസ് മാസ്ക് ആണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ, വരകൾ, പിന്നെ കറുത്ത പാടുകൾ, സൺ ടാന്, സൺബേൺ ഇതൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ല ഹെൽത്തി ആക്കിയിട്ടും ചെറുപ്പമായിട്ടും വയ്ക്കാനൊക്കെ സഹായിക്കും. ഇതിപ്പോൾ പ്രായമായി കഴിഞ്ഞിട്ട് സ്കിന്നിൽ വന്നിട്ടുള്ള ചുളിവ് കുറക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതല്ല, ഇനി പ്രായമാകാതിരിക്കാൻ നല്ല ചെറുപ്പമായിട്ടുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. ചുളിവുകളും വരകളും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കരുവാളിപ്പ് മാറിയിട്ട് നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ചിലർക്ക് ഓപ്പൺ പോസിൻ്റെ പ്രശ്നമുണ്ട്. മുഖത്തുള്ള കുഴികൾ സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ടിരിക്കും. അപ്പോൾ ആ ഒരു പോസിൻ്റെ സൈസ് കുറയ്ക്കാനും, ഇനി സ്കിന്ന് ചിലവർക്ക് പ്രായമാകുമ്പോൾ തൂങ്ങിയിട്ടുണ്ടാവും കണ്ണിന് താഴെയുള്ള അല്ലെങ്കിൽ കവിളിൻ്റെ ഭാഗത്തുള്ള. അപ്പോൾ അങ്ങനെ സാഗായിട്ടുള്ള ആ ഒരു സ്കിന്നൊക്കെ നമുക്ക് വീണ്ടും പഴയ രീതിയിലേക്ക് പതുക്കെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക്സീഡ് ജെല്ലാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന വീഡിയോ ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുക, എന്താണ് ഈ ഫ്ലാക്സീഡ് ജെല്ല് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്ലാക്സീഡ് ജെല്ല് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഫ്ലാക്സീഡ്. മെയിനായിട്ടും ആൻറ്റി ഏജിങ്ങിൻ്റെ ഗുണങ്ങളാണ്. അതായത് നമ്മുടെ സ്കിന്ന് ചെറുപ്പമായിട്ടിരിക്കാൻ, പ്രായമായതിൻ്റെ ചുളിവുകൾ, വരകൾ ഇത് വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനൊക്കെ ഒരുപാടായിട്ട് സഹായിക്കുന്നതാണ്. നമ്മളിപ്പോൾ വീട്ടിലുള്ള കറ്റാർവാഴയൊക്കെ നമ്മുടെ മുഖത്ത് തേക്കുന്നത് നല്ലതാണെന്ന് പറയാറുമുണ്ട്. ഒരുപാട് പേർക്ക് യൂസ് ചെയ്തിട്ട് ഗുണങ്ങളുമുണ്ട്. എന്നാൽ അതിനേക്കാളും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഫ്ലാക്സീഡിൻ്റെ ജെല്ല്. നമ്മുടെ സ്കിന്ന് ചെറുപ്പമായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആവശ്യത്തിനുള്ള മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം. മോയ്സ്ചർ എന്നുള്ളതുകൊണ്ട് നമ്മൾ അധികമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു എണ്ണമയം എന്നുള്ള രീതിയിലാണ്. നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമുകളും ഇറങ്ങുന്നതൊക്കെ ആ രീതിയിലാണ്. അതുപോലെയുള്ള ബട്ടേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവരുടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓയിൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് മുഖത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ ടൈപ്പ് സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണിത്. ഇനിയിപ്പോൾ മുഖക്കുരു ഉണ്ടാകുന്ന ടൈപ്പ് സ്കിന്നിനാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഈ ഒരു ഫ്ലാക്സീഡിൻ്റെ ജെല്ല് യൂസ് ചെയ്തതുകൊണ്ട് മുഖക്കുരുവിൻ്റെ പ്രശ്നം അധികമായിട്ട് ഉണ്ടാവുകയില്ല. മുഖക്കുരുവും പാടുകളും ഒക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റും. ഇതിൽ നാച്ചുറലായിട്ട് തന്നെ ഓയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്കിൻ എപ്പോഴും മോയ്സ്ചറാക്കിയിട്ട് വയ്ക്കും. ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡിൻ്റെ ജെല്ലാണ് എടുക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു അളവിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തും യൂസ് ചെയ്യാം, കൈകാലുകളിലൊക്കെ യൂസ് ചെയ്യാൻ മാത്രം ഉണ്ടാവും. ഈ ഒരു ഫ്ലാക്സീഡിൽ ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാതിരിക്കാനും ഇനി വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ പോസിനെ ടൈറ്റൺ ചെയ്ത് വയ്ക്കാനും ഒക്കെ സഹായിക്കും. സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കിയിട്ട് തരും. ഇതുകൂടാതെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പറയുകയാണെങ്കിൽ നമുക്കിതിനെപ്പറ്റി ഒരുപാട് ഗുണങ്ങൾ തന്നെ പറയാനുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്കിന്നിലും ഹെയറിലും മാത്രമല്ല നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനും കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ എപ്പോഴും നല്ല ഫ്രഷ് ആക്കിയിട്ട് വയ്ക്കും. അതുപോലെ പിഗ്മെൻറ്റേഷൻ, സൺ ടാൻ ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല ഈവൻ സ്കിൻ ടോൺ ആയിട്ട് വരികയും ചെയ്യും.
ഇത് കാണാൻ ഏകദേശം അലോവേര ജെല്ല് പോലെ തന്നെയാണ് ഉണ്ടാവുക. കുറച്ചും കൂടെ ഇത് തിക്കാക്കി എടുക്കണമെങ്കിൽ നമുക്ക് തിക്കാക്കി എടുക്കാം, കുറച്ചും കൂടെ ലൂസായിട്ടാണെങ്കിൽ അങ്ങനെയും എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഫ്ലാക്സീഡ് ജെല്ല് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എഗ് വൈറ്റ് ആണ്. അതിനുവേണ്ടി ഞാനൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നമ്മുടെ സ്കിന്ന് നല്ലപോലെ നിറം വയ്ക്കാൻ സഹായിക്കും. ഒരൊറ്റ യൂസ് തന്നെ കരിവാളിപ്പൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആവും. അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ലുക്ക് തന്നെ കിട്ടും. ഇത് കൂടാതെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളികളും വരകളും മാറിക്കിട്ടാനും ഓപ്പൺ പോഴ്സിൻ്റെയൊക്കെ സൈസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഈ ഒരു എഗ് വൈറ്റ് പറ്റാത്തവർക്ക് ഫ്ലാക്സീഡിൻ്റെ ജെല്ല് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. എഗ് വൈറ്റ് ഓപ്ഷണലാണ്. ഇതും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് കിട്ടും. എഗ് വൈറ്റ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. എഗ് വൈറ്റും ഫ്ലാക്സീഡും ഒക്കെ ഒരു കൊഴുപ്പ് പോലെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സ് ആയി കിട്ടില്ല. ഒരു 5 മിനിറ്റൊക്കെ നിങ്ങൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർക്കുന്നില്ല, ഇത് രണ്ടും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാനിത് കയ്യിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാവർക്കും സ്കിന്നിൽ പിടിച്ചോളണം എന്നില്ല. പിന്നെ നിങ്ങൾ ആദ്യം മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പകൽ സമയത്തോ രാത്രി സമയത്തോ ഒക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ മുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിത് കുറേ സമയത്തേക്ക് വെക്കേണ്ട. ഫ്ലാക്സീഡിൻ്റെ ജെല്ല് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1-2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു രാത്രി ഫുള്ളായിട്ടോ ഒക്കെ നിങ്ങളുടെ സ്കിന്നിൽ അങ്ങനെ തന്നെ വയ്ക്കാം. അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിന് ചുറ്റുമൊക്കെ കറുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ചുളികൾ ഇതൊക്കെ മാറാനൊക്കെ സഹായിക്കും. നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കൊടുത്താലും മസാജ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. അപ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും എടുത്ത് നിങ്ങളിത് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് സ്കിന്നിലേക്ക് ഫുള്ളായിട്ട് തന്നെ അബ്സോർബ് ആവും. അതിനുശേഷം നിങ്ങളിതൊരു അരമണിക്കൂർ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഇതാണ്. ഒരൊറ്റ യൂസ് തന്നെ എനിക്ക് നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഫീൽ ആവുന്നുണ്ട്. നിങ്ങൾ പൊതുവേ പറയാറുണ്ട് വെളുത്ത കയ്യിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റില്ല എന്നുള്ളത്. ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് എന്നാലും ചെറിയ രീതിയിൽ മാറ്റം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചെറുപ്പമായിരിക്കാനും നിറം വയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക.